ജെയിംസ് ചാൻ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം സമയമെടുക്കില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. മിസ്സസ് കുഞ്ഞമ്മ എബ്രഹാം, കുഞ്ഞമ്മ അമ്മച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, കുഞ്ഞമ്മാമ എന്ന് വിളിക്കുന്നവരുണ്ട്, മേമനെ അമ്മച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, മേമനെ അമ്മാമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പല പേരുകൾ അറിയപ്പെട്ട ഞങ്ങളുടെ മമ്മി വിദ്യാഭ്യാസം അന്നത്തെ കാലത്തെ 6ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് മമ്മിക്കുള്ളത്. എന്നാൽ തൻ്റെ മക്കൾക്ക് 6ഉം 4ഉം 5ഉം ഒക്കെ ഡിഗ്രികൾ കൊടുത്ത് ദൈവം മാനിച്ചു. ഈ 6ാം ക്ലാസ്സുകാരിയായ കുഞ്ഞമ്മ എബ്രഹാമിൻ്റെ മുൻപിൽ നിൽക്കുവാൻ PhD-കാരായ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രദേഴ്സിനും ഒന്നും കഴിയില്ല. അത്രമാത്രം വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ മമ്മി. ഇനി മമ്മിയെ പറ്റി പറയുമ്പോൾ ഞാൻ വേറൊരു നിലയിൽ അത് പറഞ്ഞു, ഞാൻ അതിനെ മറ്റൊരു നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വിശപ്പില്ലാത്ത ഒരു അമ്മയായിരുന്നു എൻ്റെ മമ്മി. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ചർച്ചകളിലായിരിക്കുമ്പോൾ ഞായറാഴ്ച സഭായോഗത്തിന് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് 10 മണിക്ക് സഭായോഗം സ്റ്റാർട്ട് ചെയ്യും. കുമ്പനാട്ട് നിന്നോ മറ്റെവിടെ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ കർത്തൃദാസന്മാർ കടന്നു വരുമ്പോഴത്തേക്ക് 10:30-11 മണിയാവും. അപ്പോൾ ഒരു ഐഡിയ ഇല്ല 4 പേരുണ്ടാകുമോ, എക്സ്ട്രാ 2 പേരുണ്ടാകുമോ, ഒരാളുണ്ടാകുമോ എന്നൊരു ഐഡിയ ഇല്ല. കാര്യം പപ്പായും മമ്മിയും ശുശ്രൂഷകന്മാരെ ശുശ്രൂഷയിൽ സഹായിക്കുന്നവരായതുകൊണ്ട് എപ്പോഴും ഗസ്റ്റ് ഉണ്ട് സൺഡേയിൽ. പലപ്പോഴും ഞാൻ ഓർക്കുന്നു, എല്ലാവർക്കും കൊടുത്തിട്ട് മമ്മിക്കൊന്നും കഴിക്കാനില്ലാതെ വരുമ്പോൾ മമ്മി പറയും, മോനെ എനിക്ക് വിശപ്പില്ലടാ എന്ന് പറയും. ശനിയാഴ്ച രാത്രിയിലൊന്നും കഴിക്കാത്ത മമ്മിയാണ്, ഉപവാസമാണ്. ഞായറാഴ്ച രാവിലെ ഒന്നും കഴിക്കാത്ത മമ്മിയാണ്. ആ മമ്മിക്ക് ഞായറാഴ്ച ഉച്ചയ്ക്കായിട്ടും വിശപ്പ് വരത്തില്ല. ത്യാഗോജ്ജലമായി ശുശ്രൂഷ നിർവഹിച്ച എൻ്റെ മമ്മി ഒരു ഓട്ടക്കാരിയായിരുന്നു. ഞാനിവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു, ഇന്ന് പല സ്ഥലങ്ങളിൽ മാരത്തോൺ ഓട്ടം നടക്കുന്നുണ്ട്. എൻ്റെ മമ്മി ശുശ്രൂഷയിലായിരുന്നില്ല, ലോകപ്രകാരമുള്ള ഒരു ഓട്ടക്കാരിയായിരുന്നുവെങ്കിൽ എത്യോപ്യക്കാരെയോ കെനിയക്കാരിയെയോ നൈജീരിയക്കാരെയോ ഒക്കെ തോപ്പിച്ച് മമ്മിൽ മാരത്തോൺ ഒന്നാമതെത്തുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, മണക്കാല വയലിനടിക്കൂടെ അങ്ങോട്ട് ഓടി മലമണ്ടയ്ക്ക് കയറി അപ്പുറത്തിറങ്ങി പെരിങ്ങനാട്ട് പോയി കൃത്യസമയത്തിനുള്ളിൽ രാവിലെ എഴുന്നേൽക്കുന്ന പ്രിയമാതാവ് ഞങ്ങളുടെ 4-5 പേർക്ക് പൊതി റെഡിയാവും 7 മണിയാകുമ്പോഴത്തേക്ക്. ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തും, പപ്പാടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ടാണ് ഈ ഭവന സന്ദർശനത്തിനായി ഓടുന്നത്. കൃത്യസമയത്തിനുള്ളിൽ ഉച്ചയ്ക്ക് മടങ്ങി വരണമെങ്കിൽ ഞാൻ ഒരു കാലത്ത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും വീടുകളിൽ കയറിയിട്ട് തിരിച്ചൊരു 12:30 ആകുമ്പോൾ വീട്ടിൽ എത്തണമെങ്കിൽ മമ്മി എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കർത്തൃദാസന്മാർ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ എൻ്റെ മമ്മി അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇനി എൻ്റെ മമ്മി ഞങ്ങൾ ഒരുമിച്ചുള്ള കുടുംബാരാധന എനിക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. കുടുംബാരാധന കഴിഞ്ഞ് ഞാൻ മറ്റൊരു ശുശ്രൂഷയിൽ ഇവിടെ ഇതേ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ജോൺസൺ ബ്ലസൻ 2 പേരും മമ്മിയുടെ മടി ആരാധന കഴിഞ്ഞതിന് ശേഷം മമ്മിയുടെ മടിയിൽ ഒരു വശത്ത് തലവെച്ച് ഒരാൾ കിടക്കും, മറ്റൊരു വശത്ത് തലവെച്ച് ജോൺസൺ കിടക്കും. ഞാൻ ഇപ്പുറത്ത് പപ്പാടെ മടിയിൽ തലവെച്ച് കിടക്കും. ജെയിംസ് ചാൻ ഞങ്ങളുടെ ഏരിയയിൽ വന്നിരിക്കും, ജോസ് ചാൻ അപ്പുറത്ത് മാറിയിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന ആ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഞാൻ ശുശ്രൂഷയായി കാണുന്നു. പപ്പായും മമ്മിയും അന്ന് പോയ ദിവസത്തെ ഭവനങ്ങളുടെ കാര്യങ്ങൾ, കണ്ടവരുടെ വിശകലനം, പ്രാർത്ഥിച്ചവരുടെ കാര്യങ്ങൾ, ആവശ്യകതയിലിരിക്കുന്നവരുടെ കാര്യങ്ങൾ, ലഭിച്ച കാര്യം, കൊടുത്ത കാര്യം, ഇതെല്ലാം ഞങ്ങളുടെ ഭവന പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്. ഹല്ലേലൂയ. കർത്തൃദാസന്മാരോടും ഭാര്യമാരോടുമൊക്കെ എനിക്ക് പറയുവാനുള്ള ഒന്നാണ്, കുഞ്ഞുങ്ങളോട് നിങ്ങൾ പോകുന്നത് പറഞ്ഞു കൊടുക്കണം. ഞാൻ അവിടെ കൊണ്ട് അങ്ങനെ നിർത്തട്ടെ. ഹല്ലേലൂയ. എപ്പോഴും എൻ്റെ മമ്മി ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, ആവശ്യം പറഞ്ഞിട്ടില്ല. എപ്പോഴും ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ അല്ലെങ്കിൽ മമ്മിയുടെ ആവശ്യത്തിന് പകരം
മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, മോനെ ഇന്നിടത്ത് ഇന്നാര്, ഇന്ന ചർച്ചിലെ ഇത്, മറ്റേ ചർച്ചിലെ അത്, ഇങ്ങനെ വിശദീകരിച്ച് തരുന്ന ഒരു മാതാവായിരുന്നു ഞങ്ങളുടെ പ്രിയ മമ്മി. ഞാൻ പെട്ടെന്ന് നിർത്താം. റെക്കമെൻഡിങ് അതേഴ്സ്, മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മമ്മി. ഇനി ഒന്നുകൂടെ, ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മകൻ ബിടെക് പാസ്സായി. മമ്മി പിടിച്ചു നിർത്തി അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവനോട് മാത്രമല്ല, കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്, മോനെ മോളെ നിൻ്റെ ആദ്യ ശമ്പളം സോദരി സമാജത്തിന് നൽകണമെന്ന്. മോനെ നിൻ്റെ ആദ്യ ശമ്പളം സോദരി സമാജത്തിന് കൊടുക്കണം. സോദരി സമാജത്തെ എങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുപോയി എന്നെൻ്റെ മാതാവിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പിന്നെ സമയ ചുരുക്കം പോലെ ഞാൻ നിർത്തട്ടെ. മമ്മിയുടെ ഫേവറിറ്റ് വാചകമാണ് ബാക്കി ഡാഷ് എന്ന് വെച്ചാൽ, പറഞ്ഞു നിർത്തി സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്തും, നിങ്ങൾ തന്നെ പൂരിപ്പിച്ചോളാൻ പറയും. ബാക്കി ഡാഷ്. അങ്ങനെ ഞാനും നിർത്തുന്നു. മമ്മി മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കും. എല്ലാ ലോക രാഷ്ട്രീയ നേതാക്കന്മാർ മരിക്കുമ്പോൾ വിപ്ലവാത്മകമായി കൈകൾ മുഷ്ടി ചുരുട്ടി വിളിച്ചു പറയുന്നൊരു വാക്യമാണ്, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. യെസ്, മേമന മമ്മി, ഞങ്ങളുടെ മമ്മി മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കും. ആ ഒരു തീരുമാനം എടുത്തു എൻ്റെ മമ്മിക്ക് എവിടെ പറഞ്ഞു വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഒരു വാക്കുകൂടെ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മാതാക്കളുടെ ആവശ്യം നമ്മൾക്കുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട്, സോറി ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക. ഡിസംബറിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് 31 ദിവസത്തെ അവധി ഉണ്ടായിരുന്നു. 29 ദിവസവും ഞാൻ മമ്മിയുടെ കൂടെ ആയിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ സിറ്റിംഗ് റൂമിൽ വന്നിട്ട് മമ്മിയുടെ റൂമിലോട്ട് ശബ്ദം കേൾക്കുന്ന നോക്കിയിരിക്കും. മമ്മി ഉറങ്ങും, എല്ലാവരെയും ഉറങ്ങിയെന്ന് കാണിക്കും. രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റിരുന്ന് മമ്മി പ്രാർത്ഥിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ കൂടാതെ മമ്മിക്ക് 100 കണക്കിന് മക്കളുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് പറയും, അവരുടെ വീട്ടിൽ പോകും, അവരുടെ വീട്ടിൽ പ്രാർത്ഥന. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തോളാം, എന്നെ ക്ഷമിക്കുക. നൈജീരിയയിലുള്ള ഞങ്ങളുടെ ചർച്ചിലെ പലപ്പോഴും ഞാൻ രാവിലെ വിളിക്കുമ്പോൾ, ഞാൻ 6 മണിക്കാണ് മമ്മിയെ വിളിക്കുന്നത്. എൻ്റെ അവിടുത്തെ 6, ഇതിവിടെ 10:30 വിളിക്കുമ്പോൾ പറയും, മോനെ ഞാനിപ്പോൾ ഇന്നാരുടെ വീട്ടിലായിരുന്നു, നിങ്ങളുടെ ആ റൂമിൽ കൂടെ കയറിയാണ്. എന്താണ് മോൻ പറഞ്ഞതിൻ്റെ ആശയം? അതെ, അവിടെയുള്ള ഓരോരുത്തരുടെയും പേരുകൾ, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പേരായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ മമ്മിക്കുണ്ടായിരുന്നു. ഈ സഭയിൽ, ഈ സെൻറ്ററിലെ ഓരോ ശുശ്രൂഷകന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സഭകളെയും, ഹല്ലേലൂയ, മുമ്പേ ജോസ്യാൻ പറഞ്ഞല്ലോ, യു ആർ എക്സാക്ട്ലി കറക്റ്റ് ജോസ്യ, ഹല്ലേലൂയ, പേര് പറഞ്ഞ് ജോസ് മോനെ എന്ന് വിളിച്ച് ഡിസംബറിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെയുള്ള മാതാക്കൾ ദേശത്ത് ഉയരട്ടെ എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, ഇല്ല മമ്മി മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കും. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ.